ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. ആലപ്പുഴയിൽ ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ പിണറായി വിജയന്റെ സുരക്ഷയിൽ വീഴ്ചയുണ്ടായെന്ന് SIT. സുരക്ഷയില്ലാതെ പിണറായി സഞ്ചരിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മർദ്ദന സമയം പിണറായിയുടെ വാഹനം സുരക്ഷാ സംഘം ഇല്ലാതെ സഞ്ചരിച്ചു. സുരക്ഷയില്ലാതെ വാഹനം 100 മീറ്ററോളം സഞ്ചരിച്ചുവെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. Z+ സുരക്ഷാ പ്രോട്ടോകോളിന്റെ ലംഘനമെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹരിമോഹൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, പറയൂ വിശദാംശങ്ങൾ. ആര്യ, ഈ റിപ്പോർട്ട്, അതായത് SIT ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചട്ടലംഘനം മാത്രമല്ല ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച കൂടി അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പിണറായി വിജയന്റെ വാഹന വ്യൂഹത്തിൽ അടക്കം വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ഉണ്ടായി. മാത്രമല്ല പിണറായി വിജയന്റെ വാഹനം സഞ്ചരിച്ചത് ഈ Z+ കാറ്റഗറിയിലുള്ള പ്രോട്ടോകോൾ സുരക്ഷ അത് ഇല്ലാതെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ SITയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടാകേണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഇറങ്ങി മർദ്ദനത്തിൽ പങ്കാളികളാവുകയും മുഖ്യമന്ത്രിയുടെ വാഹനം ആ സമയത്ത് 100 മീറ്ററോളം മുന്നോട്ട് പോവുകയും ചെയ്തു. ആ സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ കൂടെ ഇല്ലായിരുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ കൂടി SITയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇത് Z+ കാറ്റഗറിയിലുള്ള ആ സുരക്ഷയുടെ വലിയ രീതിയിലുള്ള വീഴ്ചയാണ് എന്ന് കൂടിയാണ് ഇപ്പോൾ SIT ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ചട്ടലംഘനം മാത്രമല്ല ഗുരുതര സുരക്ഷാ വീഴ്ച കൂടിയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറിന്റെയും മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുകൂടി എഴുതി ചേർത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ബ്ലൂ ബുക്ക്, സാധാരണ രീതിയിൽ ഒരു ബ്ലൂ ബുക്ക് ഉണ്ട് VVIPകളുടെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ളത്. ആ ബ്ലൂ ബുക്കിൽ പറയുന്ന എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ ഗൺമാന്മാർ ഇടപെട്ടത് എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രാഥമിക ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്. ഇനിയും ഏറെ ദൂരം അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ഇത്ര ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും നിലയിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി കോടതിയിൽ, അതായത് ആലപ്പുഴ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ചട്ടലംഘനത്തിന് പുറമെ സുരക്ഷാ വീഴ്ച അടക്കമുള്ള വകുപ്പുകൾ കൂടി ചുമത്താനുള്ള എല്ലാ സാധ്യതകളും കൂടിയാണ് ഇപ്പോൾ SITയുടെ റിപ്പോർട്ട് വെച്ച് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ആര്യ, ചട്ടലംഘനത്തിന് പുറമെ സുരക്ഷാ വീഴ്ച കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് SITയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.